നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലും നമ്മളൊരു കോൾ വന്നാൽ അൺനോൺ നമ്പറാണ് എടുക്കില്ല. രണ്ടാമത്തെ കോൾ വന്നാലും നമ്മൾ ചിലപ്പോൾ എടുക്കില്ല. പക്ഷേ മൂന്നാമത്തെ കോൾ വന്നാൽ നമുക്കൊരു എമർജൻസി ആയിരിക്കും എന്ന് ഓർത്തിട്ടെങ്കിലും നമ്മളൊരു അൺനോൺ നമ്പർ എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മളൊരു ലീഡ് വന്നിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിന് ഒരു ഫണലോ അല്ലെങ്കിൽ നമ്മൾ അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. കാരണം കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറയുമ്പോഴത്തേനും ഇത്രയും സ്കാംസ് RNR റേറ്റ് ഒക്കെ നമുക്ക് വളരെ കുറവാണ്. അത് കാരണം 1-2 കോൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലീഡിനെ കണക്ട് ചെയ്ത് കിട്ടാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ കോൾ വിളിച്ചാലൊന്നും കണക്റ്റഡ് ആവില്ല. സോ അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ സെയിൽസ് ടീമിന് പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവണം. ഒരു ലീഡ് വന്നാൽ അതിനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ഏതൊക്കെ ടൈമിന് എത്ര ടൈംസ് ആയിട്ട് കോൾസ് ഇനിഷ്യേറ്റ് ചെയ്യണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ വർക്കൗട്ട് ആവാനുള്ള ഒരു ചാൻസ് ഇപ്പം നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലും നമ്മളൊരു കോൾ വന്നാൽ അൺനോൺ നമ്പറാണ് എടുക്കില്ല. രണ്ടാമത്തെ കോൾ വന്നാലും നമ്മൾ ചിലപ്പോൾ എടുക്കില്ല. പക്ഷേ മൂന്നാമത്തെ കോൾ വന്നാൽ നമുക്കൊരു എമർജൻസി ആയിരിക്കും എന്ന് ഓർത്തിട്ടെങ്കിലും നമ്മളൊരു അൺനോൺ നമ്പർ എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ദാറ്റ് മീൻസ് ഫിക്സിംഗ് റേറ്റ് കൂടുതലാണ്. സോ അതുകൊണ്ട് ഒരു ലീഡ് കണക്ട് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ടൈം കോളിലോ അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം മാത്രം കോൾ ചെയ്ത് നിർത്താണ്ട് അതിനെ ഒരു 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് വിളിക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി ആ കാണുന്ന ആൾക്ക് 3 മിസ് കോൾസ് അല്ലെങ്കിൽ 3 കോൾസ് കണ്ടിന്യൂസ് വരുമ്പോൾ അത് എടുക്കാനുള്ള റേറ്റ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഒരു വിളിക്കുന്ന ഒരു സമയം, ഫോർ എക്സാമ്പിൾ മോർണിംഗ് ആണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു ലീഡ് ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ അവർ വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ അവർ ബിസിനസ് മീറ്റിംഗ്സിലായിരിക്കാം. സോ ആ സമയത്ത് തന്നെ ഒരുപാട് വിളിച്ച് 4-5 പ്രാവശ്യം വിളിപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് അവരുടെ ഒരു വർക്കിംഗ് ടൈം ഒക്കെ നോക്കിയിട്ട് മോർണിംഗ്, നോൺ, അതേപോലെ തന്നെ ഈവനിങ് എന്ന സമയങ്ങളിലൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ടൈമിലായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ പറഞ്ഞ പോലെ കോള് മാത്രമല്ല, നമുക്ക് ഒരു വാട്സാപ്പിലൂടെയും അതുപോലെ വേറെ ഒരുപാട് പ്ലേസ്മെന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മെയിൽ, ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ കൂടുതലും മെയിൽസ് ആയിരിക്കും യൂസ് ചെയ്യുക, ചെക്ക് ചെയ്യുക. അവർ ഡെഫിനറ്റ്ലി മെയിൽ എവറി ഡേ ചെക്ക് ചെയ്യുന്നവരായിരിക്കും കൂടുതലും പ്രൊഫഷണൽസ് ആൻഡ് ബിസിനസ്. അങ്ങനത്തെ റീച്ച് ആണെങ്കിൽ നമ്മൾ എപ്പോഴും മെയിൽ ത്രൂ കൂടി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.